ഹായ് നമസ്കാരം കൂട്ടുകാരെ. ഇത് നമ്മുടെ സ്കൂളിൽ, നമ്മുടെ പ്രഗതി സ്കൂളിൽ നമ്മുടെ കുഞ്ഞു മക്കളെല്ലാവരും കൂടി റിപ്പബ്ലിക് ഡേ ആഘോഷിച്ചു. അതിൻ്റെ ഏതാനും ചില ഭാഗങ്ങളാണ് ഞാനിപ്പം നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത്. ഇമ്മക്കുട്ടിയുടെ ഡാഡിയുടെ ഫ്ലാഗ് ഹോയിസ്റ്റിങ്ങിനുള്ള ഒരുക്കങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ചെയ്യുന്നത് പോലെ ആയിരിക്കില്ല ഇവിടെ ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊന്നും തേങ്ങ ഉടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടുത്തെ രീതി ഇങ്ങനെയാണ് തെലങ്കാനയിലെ. അത് ഇപ്പം ഇങ്ങനെ പൊട്ട് തൊടണം, കുങ്കുമം ഒക്കെ ഗാന്ധിജിക്കും പിന്നെ അംബേദ്കറിനും എല്ലാവർക്കും കുങ്കുമം തൊട്ട് കൊടുക്കണം. അങ്ങനെയുള്ള ചില ചടങ്ങുകളും ഇവിടെ, അതായത് നമ്മുടെ തെലങ്കാനയിലുണ്ട്. ഈ മക്കുട്ടിയാണെങ്കിൽ അവളുടെ അഭിചേച്ചി വന്ന സന്തോഷത്തിൽ ഇരിക്കുകയാണ്. പോയി പിടിച്ചുകൊണ്ടിരിക്കുക, അവളുടെ ഡാഡിയുടെ പുറകെ നടക്കുകയാണ്. ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. ഇമ്മക്കുട്ടിയുടെ ഡാഡിയാണ് ചെയ്യുന്നത്. കണ്ടു നോക്കൂ. ഞങ്ങൾ ഇവിടെ, അതും തെലങ്കാനയിലെ രീതിയാണെന്ന് തോന്നുന്നു. കുറച്ചൊക്കെ നമ്മുടെ നാട്ടിലെ ആഘോഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് ഇവിടുത്തെ ആഘോഷങ്ങൾ. അത് നിങ്ങൾക്കൊക്കെ ഇതിനോടകം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇവിടെ റിപ്പബ്ലിക് ഡേക്ക് ഇവിടെ ഉള്ള സ്കൂളുകളിലുള്ള എല്ലാ കുട്ടികളും ഒരു ജംഗ്ഷനിൽ ഒത്തുചേരണമെന്നും അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ, ഡാൻസോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പെർഫോം ചെയ്യണമെന്നും ഒക്കെയാണ് രീതി. അത് തന്നെയല്ല, പ്രൈവറ്റ് സ്കൂളുകളൊക്കെ നല്ല കോമ്പറ്റീഷനിലും ആയതുകൊണ്ട് എല്ലാവരും അവരുടെ സ്കൂളുകളെ എത്രയും ഭംഗിയാക്കാവോ അതുപോലെ ആക്കാനാണ് ശ്രമിക്കുന്നത്. ഇങ്ങനെ ഇവിടെ അടുത്തുള്ളൊരു ജംഗ്ഷനാണ്, കോടയിലുള്ള ഒരു മെയിൻ ജംഗ്ഷൻ. അവിടെയാണ് എല്ലാവരും ഒത്തുചേരുന്നത്. ഇതിപ്പം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പെർഫോമൻസാണ് നടക്കുന്നത്. ഇതെല്ലാവരും നമ്മുടെ സ്കൂളിലെ കുട്ടികൾ തന്നെയാണ്. നമ്മൾ പോയി കഴിയുമ്പോൾ അടുത്ത സ്കൂൾ വരും. അങ്ങനെയാണ് ഇവിടുത്തെ രീതി. ഇവിടെ കുറച്ച് കാലങ്ങളായിട്ട് ഞങ്ങളിവിടെ വന്നപ്പോൾ തൊട്ട് കാണുന്നതാണ്. അത് നമ്മുടെ സ്കൂളിലും ഇത് ഫോളോ ചെയ്ത് വരുന്നു. കുട്ടികളൊക്കെ ഡാൻസിനൊക്കെ തയ്യാറെടുത്ത് വളരെ സന്തോഷത്തിലാണ്. ക്ലാസിക്കലുണ്ട്, പിന്നെ പേരൻസും ഒക്കെ വന്നിട്ടുണ്ട്. നമ്മൾ എത്രയും ഭംഗിയാക്കാവോ അത്രയും ഭംഗിയാക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് കൂടുതൽ സമയമൊന്നും പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയില്ലായിരുന്നു കേട്ടോ. കാരണം നമ്മൾ അതല്ലാതെ മറ്റുള്ള തിരക്കുകളിലൊക്കെ അകപ്പെട്ടു പോയി. അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ച് ദിവസങ്ങളെ കിട്ടിയുള്ളൂ പിള്ളേരെ ഇതിനൊക്കെ ഒന്ന് തയ്യാറെടുപ്പിക്കാനായിട്ട്. എന്തായാലും നമ്മളുടെ കുട്ടികളും മാക്സിമം ശ്രമിച്ചു, അവരെ കൊണ്ട് ആകാവുന്ന രീതിയിൽ ശ്രമിച്ചു. ഇമ്മക്കുട്ടി മാത്രം ശരിക്കും അവളുടെ അഭിചേച്ചിയുടെ പുറകെ ആയതുകൊണ്ട്, അഭിചേച്ചി വന്നതുകൊണ്ട് അവൾ കൂടുതലൊന്നും പ്രാക്ടീസ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. മോള് നേഴ്സറിയിലാണല്ലോ പഠിക്കുന്നത്. അവളുടെ നേഴ്സറി കുട്ടികൾക്കൊന്നും അധികം പെർഫോമൻസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ അവൾ ബാക്കിയുള്ള ക്ലാസ്സിലെ കുട്ടികളുടെ കൂടെയൊക്കെ നിന്ന് വെറുതെ ഡാൻസൊക്കെ കളിക്കുന്നത് കണ്ടു. ഇത് നമ്മുടെ കൊച്ചു കുട്ടികൾ തന്നെയാണ്. ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളുടെ പെർഫോമൻസാണ്. ക്ലാസിക്കൽ ഡാൻസ് ഇവർ നമ്മുടെ കൊച്ചുമക്കൾ ചെയ്യുന്നതാണ്. കുറേയൊക്കെ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അവർക്കും കൂടുതൽ സമയമൊന്നും കിട്ടിയില്ല പ്രാക്ടീസ് ചെയ്യുവാനൊന്നും. എങ്കിലും നമ്മൾ ഒന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചു.
ഉം. ഏതായാലും നമ്മൾ എല്ലാവർക്കും പേരൻസിനും നമ്മുടെ കുട്ടികളുടെ പേരൻസിനും നാട്ടുകാർക്കും ഒക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അത് ഈ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് നമ്മളോട് വന്ന് വളരെയധികം അനുമോദിക്കുകയൊക്കെ ചെയ്ത് വളരെ ഭംഗിയായിരുന്നു. നമ്മുടെ സ്കൂളിലെ കുട്ടികൾ കാഴ്ചവെച്ച അവരുടെ പ്രകടനങ്ങളൊക്കെ നന്നായിരുന്നു എന്നൊക്കെ ആൾക്കാർ നമുക്കിപ്പോൾ നമ്മളുടെ അടുത്ത് പേഴ്സണലായിട്ട് വന്ന് സംസാരിച്ചു. അതുകൊണ്ട് വളരെയധികം സന്തോഷത്തിലായിരുന്നു. പിള്ളേരാണേലും ഒക്കെ പേരൻസും എല്ലാവരും, പേരൻസ് എന്ന് ഞാൻ ഉദ്ദേശിച്ച് നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ പേരൻസും എല്ലാവരും വളരെ ആഹ്ലാദത്തിലായിരുന്നു. കുഞ്ഞുമക്കൾ കുറച്ച് ദിവസമല്ലേ കിട്ടിയുള്ളൂ, എന്നിട്ടും അവർ ഇത്രയും ഭംഗിയായിട്ടൊക്കെ ചെയ്തതുകൊണ്ട് എല്ലാവരും ഹാപ്പിയായിരുന്നു. ഇതേ കോലാട്ടം, ഇതിവിടെ കോലാട്ടം എന്ന് പറയും, ഡാണ്ടിയ, അത് പിള്ളേർ അതും ഒരു 4 ദിവസം എങ്ങാണ്ടേ കിട്ടിയുള്ളൂ അവർക്കിതൊക്കെ പ്രാക്ടീസ് ചെയ്യുവാനൊക്കെ. എന്നാലും അവരും നന്നായിട്ട് ചെയ്തു. നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടന്നു. പിന്നെ ഇമ്മക്കുട്ടി അവളുടെ കുഞ്ഞി പിള്ളേരുടെ പെർഫോമൻസ് ഒന്നിലും അവൾക്ക് വലിയ താല്പര്യം ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം കേട്ടോ, അവൾക്ക് താല്പര്യമുള്ള കൂട്ടത്തിലാണ്, പക്ഷേ ഇപ്രാവശ്യം അവളുടെ അഭിചേച്ചി വന്നത് പ്രമാണിച്ച് അഭിചേച്ചിയുടെ കൂടെയായിപ്പോയി. അതുകൊണ്ട് അവൾ അധികം ഒന്നും ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്തില്ല. അതുപോലെ തന്നെ ഡാൻസ് ടീച്ചറൊക്കെ ഡാൻസ് പഠിപ്പിക്കുമ്പോഴത്തേക്കും അവൾ പോയി നിൽക്കാറില്ല. പിന്നെ പിള്ളേർ അത് കഴിഞ്ഞ് സ്കൂളിൽ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന സമയത്ത് അവൾ നോക്കി നിന്ന് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അവൾക്ക് പേടിയാണ് ശരിക്കും. ഡാൻസ് ടീച്ചറിൻ്റെ അരികെ പോയി നിന്ന് കളിക്കാനും ഒക്കെ അവൾക്ക് പേടി പോലെ. കാരണം നേഴ്സറി കുട്ടികൾക്ക് ഇല്ല, നേഴ്സറി കുട്ടികളെ അവരുടെ ടീച്ചേഴ്സ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനെ നമ്മുടെ ഡാൻസ് മാസ്റ്ററും അവർ ഹസ്ബൻഡ് വൈഫ് 2 പേരും പിള്ളേരെ പഠിപ്പിക്കാൻ വരുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്ത് നിൽക്കാൻ അവൾക്ക് എന്തോ ഒരു മടി പോലെ ഉണ്ട്. നമ്മളും അധികം നിർബന്ധിക്കാറൊന്നുമില്ല. എന്തിനാ, കുഞ്ഞല്ലേ അവൾ. ഇനി ഏതായാലും മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ മാറുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അവൾ എല്ലാത്തിലും പങ്കെടുക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. അതൊരു സന്തോഷം. വലിയ കുട്ടികളുടെ കൂടെയൊക്കെ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. ഇത് കണ്ടു നോക്കൂ. പിന്നെ ദേ ഇമ്മക്കുട്ടി അവളുടെ ബെസ്റ്റ് ഫ്രണ്ടാണ് ബിട്ടു, അവളുടെ അടുത്ത് നിൽക്കുന്ന കുട്ടി. അന്നേരം ആ ബിട്ടുവിൻ്റെ ഡാൻസ് കണ്ടുകൊണ്ട് അവൾ അതിൽ കയറി നിൽക്കുന്നതാണ്. ബിട്ടു ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയാണ്. ഇവൾ നേഴ്സറിയിലല്ലേ, പക്ഷെ ബിട്ടു കളിക്കുന്ന കണ്ടോട്ട് പോയി നിൽക്കുക. ഞങ്ങൾ പിന്നെ തിരിച്ച് വിളിച്ചോ ഇല്ല, എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നുണ്ട് അവൾ. എന്തായാലും ഡാൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഇവൾ ഒന്നും പ്രാക്ടീസ് ചെയ്തതല്ല, അവർ ചെയ്യുന്ന നോക്കിക്കൊണ്ട് ചെയ്യുക. അതിനു മുമ്പ് അവളിട്ടിരിക്കുന്ന വേഷം കണ്ട് അത് ക്യാരറ്റ്, അവളേതോ ക്യാരക്ടർ ആയിട്ട് ക്യാരറ്റായിട്ടാണ്. നേഴ്സറി പിള്ളേരുടെ ചെറിയൊരു പെർഫോമൻസ് കൂടെ ഉണ്ട്. അതിൽ ക്യാരറ്റ് വേഷമാണ് അവളുടേത്. അതിനാണ് അതിട്ടിരിക്കുന്നത്. പിള്ളേർ കാണിക്കുന്ന കണ്ട് ചെയ്യുന്നതാണ് ഇമ്മക്കുട്ടിയാണ് കേട്ടോ ഇവിടുന്ന് റൈറ്റിൽ നിന്ന് രണ്ടാമത് നിൽക്കുന്നത്. ഞാൻ ഇമ്മക്കുട്ടിയുടെ പേര് മാത്രം പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇമ്മക്കുട്ടിയല്ലേ പരിചയമുള്ളത്, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാ മക്കളും നമുക്ക് പ്രിയപ്പെട്ടതാണ്. അതാ ഇമ്മക്കുട്ടിന്ന് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്. കണ്ടു നോക്കൂ.
Wow, you are juicy. Indian finger, Indian color. Tell me, I'm a tall vegetable. Very good. Lady finger కొంచెం అలిగింది. Next character is watermelon. Watermelon. I'm big size. I am water juice. Very good. And next character is carrot. 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 Orange salad. Very good. Okay. నర్సరీ పిల్లలు